നമസ്കാരം. പത്തനംതിട്ട ജില്ലയിലെ ഇലവുംതിട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചെന്നീർക്കരയിൽ പ്രായപൂർത്തിയാകും മുൻപ് 60-ൽ പരം ആളുകൾ പീഡിപ്പിച്ചതായി പെൺകുട്ടി വെളിപ്പെടുത്തിയത് കുടുംബശ്രീയുടെ ഗൃഹസന്ദർശന പരിപാടിയായ സ്നേഹിതയുടെ പ്രവർത്തകരോട്. സ്നേഹിത പ്രവർത്തകർ സംഭവം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് CWC നിയോഗിച്ച കൗൺസിലറും പോലീസും കുട്ടിയുടെ മൊഴിയെടുത്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പത്തനംതിട്ട ഡിവൈഎസ്പി S നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. നിലവിൽ 18 വയസ്സും 3 മാസവും പ്രായമുണ്ട് പെൺകുട്ടിക്ക്. 2019-ൽ പെൺകുട്ടിക്ക് 13 വയസ്സ് പ്രായമുള്ളപ്പോൾ മുതൽ ആരംഭിച്ച പീഡന പരമ്പരയിൽ മിക്കതും 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപ് സംഭവിച്ചതാണ്. പത്തനംതിട്ട ഇലവുംതിട്ട സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്ത 5 കേസുകളിലായി 20ഓളം പേരാണ് ഇതുവരെ അറസ്റ്റിലായതെന്നാണ് വിവരം. മുൻ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ജില്ലയിലെ സ്കൂളുകളിൽ പരിശീലനം ലഭിച്ച കൗൺസിലർമാരെ നിയോഗിച്ചിരുന്നു. പിന്നീട് ശമ്പളം നൽകാൻ ഫണ്ടില്ലാതെ വന്നതോടെ കൗൺസിലിംഗ് മുടങ്ങി. കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാനും അവരുടെ മാനസികാവസ്ഥയിൽ തകരാറുണ്ടെങ്കിൽ കണ്ടെത്തി പരിഹരിക്കാനും ആവശ്യമെങ്കിൽ കൂടുതൽ വിദഗ്ധരായ മനഃശാസ്ത്ര വിദഗ്ധരുടെ സഹായം തേടാനുമെല്ലാം പ്രയോജനമാകുമായിരുന്ന പദ്ധതിയാണ് അധികൃതർ ഫണ്ടില്ല എന്ന പേരിൽ മുടക്കിയത്. ചെന്നീർക്കരയിലെ 18-കാരിയുടെ വിഷയത്തിലും സ്കൂളിൽ കൗൺസിലിംഗ് കാര്യക്ഷമമായിരുന്നുവെങ്കിൽ പ്രതിപട്ടിക ഇത്രയധികം നീളുന്നതെങ്കിലും ഒഴിവാക്കാമായിരുന്നു. പ്രതികളിൽ ഒരാളായ യുവാവിന്റെ വിവാഹത്തിന് ഒരാഴ്ചയോളം മാത്രമാണ് ബാക്കിയുള്ളത്. മറ്റൊരാളുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 മാസം മാത്രമാണ് ആയിട്ടുള്ളത്. അതേസമയം റാന്നി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 6 പേർ കസ്റ്റഡിയിലുണ്ട്. അറസ്റ്റിലായവരിൽ 3 പേർ +2 വിദ്യാർത്ഥികളാണ്. ഇവരിൽ ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല. 4 പേർ മറ്റു ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഇലവുംതിട്ടയിൽ 5ഉം പത്തനംതിട്ടയിൽ 9 പേരാണ് അറസ്റ്റിലായത്. പത്തനംതിട്ട സ്റ്റേഷനിലെ 3 കേസുകളിൽ ആദ്യത്തേതിൽ ടൗണിൽ മീൻ കച്ചവടം നടത്തുന്ന കൊന്നമോട് പരാലിൽ വീട്ടിൽ ഷംനാഥാണ് അറസ്റ്റിലായത്. രണ്ടാമത്തെ കേസിൽ വെച്ചുച്ചിറ പോളിടെക്നിക്കിൽ ബയോമെഡിക്കൽ കോഴ്സിന് പഠിക്കുന്ന പേട്ട പുതുപ്പറമ്പിൽ വീട്ടിൽ അഫ്സൽ റഹീം, സഹോദരൻ ആഷിഖ് റഹീം, എറണാകുളത്ത് ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കടമനിട്ട അമ്മാംപാറയ്ക്കൽ വീട്ടിൽ നിതിൻ പ്രസാദ്, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളായ പ്രമാടം കൊമ്പിൽ കിഴക്കേതിൽ അഭിനവ്, വാഴമുട്ടം ഈസ്റ്റ് കൈലാസത്തിൽ കാർത്തിക് 17-കാരൻ എന്നിവരാണ് അറസ്റ്റിലായത്. ആഷിഖ് വെച്ചുച്ചിറ പോളിടെക്നിക്കിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നതിനൊപ്പം കോളേജ് ജംഗ്ഷനിലെ വർക്ക്ഷോപ്പിലും ജോലി ചെയ്യുന്നു. അഫ്സൽ 2022-ലും കഴിഞ്ഞ വർഷവും രജിസ്റ്റർ ചെയ്ത വധശ്രമ കേസുകളിൽ പ്രതിയാണ്. കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത വധശ്രമ കേസിൽ ആഷിഖും കൂട്ടുപ്രതിയാണ്. 3ാമത്തെ കേസിൽ പത്തനംതിട്ട ചന്തയിൽ മീൻ വിൽക്കുന്ന കുലശേഖരപതി കൊച്ചുപുരയിടത്തിൽ കണ്ണപ്പൻ എന്ന സുധീഷ്, പൂങ്കാവിൽ മീൻ വിൽപ്പന നടത്തുന്ന താഴെവെട്ടിപ്പുറം ആനപ്പാക്കൽ വീട്ടിൽ നിഷാദ് എന്ന് വിളിക്കുന്ന അപ്പു എന്നിവരാണ് അറസ്റ്റിലായത്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ 2022-ൽ രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസിലെ 3ാം പ്രതിയാണ് സുധീഷ്. പത്തനംതിട്ട കോന്നി പോലീസ് സ്റ്റേഷനുകളിൽ 2014-ലെ 2 മോഷണ കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് അപ്പു. ഇതിനു പുറമെ റാന്നിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 6 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇലവുംതിട്ട സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലായി പ്രക്കാനം വലിയവട്ടം പുതുവൽത്തുണ്ടിയിൽ വീട്ടിൽ സുബിൻ, സന്ദീപ് ഭവനത്തിൽ S സന്ദീപ്, കുറ്റിയിൽ വീട്ടിൽ VK വിനീത്, കൊച്ചുപറമ്പിൽ K അനന്തു, അപ്പു ഭവനത്തിൽ അച്ചു ആനന്ദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. 5ാം പ്രതി ചെമ്പിലാത്തറയിൽ വീട്ടിൽ സുധി പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ മറ്റൊരു പോക്സോ കേസിൽ ജയിലിലാണ്. പട്ടിക വിഭാഗങ്ങൾക്കെതിരായ അതിക്രമം തടയൽ നിയമത്തിലെ വകുപ്പുകൾ ചേർത്ത കേസുകളുടെ അന്വേഷണ ചുമതല പത്തനംതിട്ട ഡിവൈഎസ്പി S നന്ദകുമാറിനാണ്. 2ാമത്തെ കേസ് ഇലവുംതിട്ട പോലീസ് ഇൻസ്പെക്ടർ TK വിനോദ് കൃഷ്ണനാണ് അന്വേഷിക്കുന്നത്.